ഈ റീസെൻ്റ്ലി ഒരു ഇൻസൾട്ട് സംഭവിച്ചല്ലോ, അതെന്തുവായിരുന്നു ആക്ച്വലി സംഭവിച്ചത്? അത് നമ്മൾ തൃപ്പൂണിത്തറ ഞങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത യാത്ര ഫസ്റ്റ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തൊഴുതിട്ട് തൃപ്പൂണിത്തറ ഹിൽ പാലസ്. അപ്പം നമ്മൾ മണിച്ചിത്രത്താഴൊക്കെ ഉള്ള സിനിമകൾ കണ്ടിരിക്കുന്ന അച്ഛനമ്മമാർക്കെല്ലാം ഈ പാലസ് കാണാൻ ഭയങ്കര ഒരു ആഗ്രഹം. അങ്ങനെയാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് നമ്മളുടെ യാത്രയിൽ ഉൾപ്പെടുത്തുന്നത്. അവിടെ നിന്ന് മെട്രോയിൽ കയറി, മെട്രോയിൽ നിന്ന് ലുലു മാളിൽ ഇറങ്ങി അവിടെ പെർഫോം ചെയ്തിട്ട് അവിടുന്ന് ഫോർട്ട് കൊച്ചി, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഒരു ചാർട്ട്. അപ്പം ഞങ്ങൾ രാവിലെ ചോറ്റാനിക്കര എത്തി, തൊഴുതിട്ട് ഹിൽ പാലസിലെത്തിയപ്പം നമ്മുടെ ഈ ഹിൽ പാലസിൻ്റെ മുകളിലോട്ട് വണ്ടി കയറി പോകത്തില്ല, താഴം വരെ പോകത്തുള്ളൂ. അപ്പോൾ സ്റ്റെയർ കയറി വേണം പോകാൻ. പ്രായമുള്ള അച്ഛനമ്മമാരായതുകൊണ്ട് തന്നെ 30ഓളം പേർക്കേ നടന്നു കയറാൻ പറ്റുന്നവരുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളൊരു വണ്ടിയിൽ ഇരുന്നോളാമെന്ന് പറഞ്ഞ് 30 പേർക്ക് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ടാണ് ടിക്കറ്റ് കൗണ്ടറിൽ എത്തുന്നത്. അപ്പം 3 ബസ്സിനും ക്യാമറയ്ക്കും 30 അച്ഛനമ്മമാർക്കുള്ള ടിക്കറ്റും നമ്മൾ എടുക്കാനായിട്ട് ചെന്നതാണ്. പക്ഷേ അത്രയും പേർക്ക് പോരാ, വന്നിരിക്കുന്ന 115 പേർക്ക് മൊത്തം ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇഷ്യൂ ഉണ്ടായത്. അതിന് നമ്മൾ ചോദ്യം ചെയ്തു. കാരണം ബസ്സിലിരിക്കുന്ന ആളുകൾക്ക്, ബസ്സിന് പാർക്കിംഗ് ഫീ കൊടുക്കുന്നിടത്ത് ബസ്സിലിരിക്കുന്ന ആളുകൾക്ക്, അകത്തിരിക്കുന്ന ആളുകൾക്ക് ടിക്കറ്റ് എടുക്കണം എന്നുള്ളത് അന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. പക്ഷെ അതിൻ്റെ പേരിൽ ഒരുപാട് വിഷമത്തോടു കൂടി കരഞ്ഞാണ് നമ്മൾ അച്ഛനമ്മമാർ അവിടെ നിന്ന് പോരേണ്ടി വന്നത്. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഒരു പോലീസുകാരൻ്റെ ഭാഗത്തുനിന്ന് നമുക്കെതിരെ ഉണ്ടായ ഒരു ഇത്. പക്ഷേ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് മെട്രോയിൽ ചെന്നു. മെട്രോയിൽ നിന്ന് ഞങ്ങൾ ബാക്കിയുള്ള യാത്രകൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾ മാനസികമായിട്ട് തുടക്കത്തിൽ വലിയൊരു വിഷമത്തിലായിരുന്നു. എന്നാൽ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ വിളിയുണ്ടായി. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഇട്ടപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് നമുക്കുണ്ടായ ഇൻസൾട്ടിന് ക്ഷമ പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛനമ്മമാരെ സർക്കാർ ചെലവിൽ വീണ്ടും ഹിൽ പാലസ് കാണിക്കാനുള്ളൊരു സാഹചര്യം ഒരാഴ്ചക്കുള്ളിൽ നമുക്കുണ്ടായി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറ് നമ്മളെ റിസീവ് ചെയ്ത് മൊത്തം ഹിൽ പാലസ് ഫുൾ അച്ഛനമ്മമാരെ കാണിച്ച് ഭക്ഷണം ഉൾപ്പെടെ നൽകിയാണ് നമ്മളെ തിരിച്ചയച്ചത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെങ്കിൽ പോലും ഞങ്ങൾ ഹാപ്പിയാകുന്ന രീതിയിൽ സർക്കാരിൽ നിന്ന് അതിന് വളരെ വേഗം ഒരു നടപടി ഉണ്ടായി. അതൊരു വലിയ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല വിശേഷങ്ങൾ സംഭവിക്കട്ടെ, ഒരുപാട് നല്ല യാത്രകളൊക്കെ ഉണ്ടാവട്ടെ.